ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 2025 PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എക്സാമുകളിൽ നിന്നും എടുത്തിട്ടുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2025 PSC വളരെ കുറച്ച് എക്സാമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ആ എക്സാമുകളിലൊക്കെ ചോദിച്ച മുഴുവൻ കേരള നവോത്ഥാനത്തിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, ക്ലാസ് റിപ്പീറ്റായി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ആ പോയിന്റും ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ആ പോയിന്റും ശരിയാണ്. നാലാമത്തെ പോയിന്റ് നോക്കാം. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ പോയിന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി? 1, 2, 3. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വാഗ്ഭടാനന്ദനെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ കോഴിക്കോട് ആസ്ഥാനമാക്കി അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അപ്പോൾ കോഴിക്കോട് ആസ്ഥാനമാക്കി വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആത്മവിദ്യാസംഘം. വർഷം കൂടി ഓർത്തു വെച്ചേക്കുക, 1917. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 1885 കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1917 കോഴിക്കോട് കേന്ദ്രമാക്കി അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് കോഴിക്കോട് 1917. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. അത് ശരിയാണ്. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണെന്നുള്ള പോയിന്റ് ശരിയാണ്. രണ്ടാമത്തെ പോയിന്റ്, EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ആ പോയിന്റും ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. നാലാമത്തെ പോയിന്റ്, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ആ പോയിന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, 1, 2, 3 ശരിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് മന്നത്തു പത്മനാഭനാണ്. ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 തുടങ്ങി 1925 അവസാനിച്ചത്. അപ്പോൾ ഈ സത്യാഗ്രഹം നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ക്ഷേത്രപ്രവേശനമായിരുന്നില്ല ഈ സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ്. 1924 നവംബർ 1 സവർണജാഥ നയിച്ചത്. അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അപ്പോൾ സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതുകൂടി ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നവമഞ്ചരി. നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. അരുൾനൂൽ എന്നത് വൈകുണ്ഠസ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ്. ആദിഭാഷാ വേദാധികാര നിരൂപണം എന്നിവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ അരുൾനൂൽ വൈകുണ്ഠസ്വാമികൾ, ആദിഭാഷാ വേദാധികാര നിരൂപണം എന്നിവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പോൾ പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ആ പോയിന്റ് ശരിയാണോ? ശരിയാണ്. രണ്ടാമത്തെ പോയിന്റ്, രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. അത് തെറ്റാണ്. രാജ്മഹൽ കുന്നുകളിൽ നടന്ന കലാപം ഏതായിരുന്നു? സാന്താൾ കലാപമാണ്. മൂന്നാമത്തെ പോയിന്റ്, കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ആ പ്രസ്താവന തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ പോയിന്റ്, കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ആ പോയിന്റ് ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1ഉം 4ഉം. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അതുപോലെ തന്നെ 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമുണ്ട്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കൂടിയാണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ കുറിച്യർ കലാപം നടന്നത് 1812 വയനാട് ജില്ലയിലാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിന് ഇടയാക്കിയത്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപവുമാണ് കുറിച്യർ കലാപം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന വർക്ക് എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ഓപ്ഷൻസ് ഓരോന്ന് നമുക്ക് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ശരി ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതിയാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം, വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട്, പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ് വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ചത്. അപ്പോൾ വർഷം ചോദിച്ചാൽ 1929. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര പോരാളി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര പോരാളി. അപ്പോൾ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കുരൂളി ചേകോൻ. കുരൂളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരൂളി ചേകോൻ. ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്?
ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്ത പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അയ്യങ്കാളിയുമായി ബന്ധമുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആ പോയിന്റ് തെറ്റാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യങ്കാളിയല്ല, വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ആ പോയിന്റ് തെറ്റാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ആ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പോയിന്റാണ്. അപ്പോൾ അതേതാണ്? രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് അല്ലേ? അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 2 മാത്രം. അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊന്ന് നമുക്ക് നോക്കാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. വർഷം ചോദിച്ചാൽ 1915. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. വർഷം ചോദിച്ചാൽ 1907. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഈ പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്നാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? 1917. അപ്പോൾ 1917 കോഴിക്കോട് ആസ്ഥാനമാക്കി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് എന്ന്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വൈക്കം. വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇ വി രാമസ്വാമി നായ്ക്കർ ഏത് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കെ എം പണിക്കർ. കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. സൂചനകൾ വായിച്ചു നോക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അടുത്ത പോയിന്റ് നോക്കാം. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഈ എൻ്റെ ജീവിതകഥ എന്ന ആത്മകഥ ആരുടേതാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തിയെ മനസ്സിലാവും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എ കെ ഗോപാലൻ. അപ്പോൾ എ കെ ഗോപാലനെ കുറിച്ചുള്ള പോയിന്റുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ എ കെ ഗോപാലനെ കുറിച്ച് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ആ പോയിന്റ് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്?
ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരിനെ കുറിച്ച് PSC ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. INCയുടെ പ്രസിഡന്റായ ഏക മലയാളി ആരാണ്? INCയുടെ പ്രസിഡന്റായ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന INCയുടെ പ്രസിഡന്റായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. INCയുടെ പ്രസിഡന്റായ ഏക മലയാളിയും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി വടകര. വടകരയിലാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത്. സർദാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? സർദാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സർദാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠൻ അയ്യർ എന്നിവരൊക്കെ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ അതും ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം അത് തെറ്റാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം അതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, സമത്വ സമാജം അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ അരേ സമാജം. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1936. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ്. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപം എന്നാണ് നടന്നത്? 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ചോദിച്ചാൽ വേണാട് ഉടമ്പടി, വർഷം 1723. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി, വർഷം 1723. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ? പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്.
VT ഭട്ടതിരിപ്പാടാണ് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. അപ്പോൾ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഒരു പോയിന്റ് പഠിച്ചായിരുന്നല്ലോ. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം 1929. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാട് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭ. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹമാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്? 5 തവണ. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 5. 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ഒരേ വർഷമാണ് ജനിച്ചത്. ഡോക്ടർ പൽപ്പു 1863 നവംബർ 2-നും അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-നുമാണ് ജനിച്ചത്. അപ്പോൾ അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28, ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്നത്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. മൊറാഴ സമരം നടന്ന ജില്ലയാണ് കണ്ണൂർ. 1940-ലാണ് മൊറാഴ സമരം നടന്നത്. മൊറാഴ സമരം നടന്നത് കണ്ണൂർ ജില്ലയിൽ 1940. കരിവള്ളൂർ സമരം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ. കരിവള്ളൂർ സമരം നടന്ന ജില്ലയും കണ്ണൂരാണ്. വർഷം ചോദിച്ചാൽ 1946. 1946-ൽ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം. അത് നടന്ന ജില്ല ചോദിച്ചാൽ കണ്ണൂർ. അടുത്തത് പുന്നപ്പറ വയലാർ സമരം. 1946 ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്പറ വയലാർ സമരം നടന്നത്. 1946 ആലപ്പുഴ ജില്ലയിൽ നടന്ന സമരമാണ് പുന്നപ്പറ വയലാർ സമരം. അപ്പോൾ മൊറാഴ സമരം നടന്നത് കണ്ണൂർ ജില്ലയിൽ 1940-ൽ. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിൽ 1941-ൽ. കരിവള്ളൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിൽ 1946-ൽ. പുന്നപ്പറ വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ലയിൽ 1946-ൽ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? ഉത്തരം ഓപ്ഷൻ എ, എ.വി. കുട്ടിമാളു അമ്മ. എ.വി. കുട്ടിമാളു അമ്മയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അപ്പോൾ 1909-ൽ ഇരവിപേരൂരിലാണ് കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരംഭിച്ചത്. 1909-ൽ ഇരവിപേരൂരിൽ കുമാരഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇ.എം.എസിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് PSC ചോദിക്കുന്ന ഒരെണ്ണം കൂടെയുണ്ട്. 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളും കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നതും ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതെന്ന് കണ്ടുപിടിക്കുക. താഴെ നൽകിയിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഓരോന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, കുണ്ടറ വിളംബരം 1809 ശരിയാണ്. ഓപ്ഷൻ ബി, കുളച്ചൽ യുദ്ധം 1741 അതും ശരിയാണ്.
ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം 1721, അതും ശരിയാണ്. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം 1810. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. കുറിച്യർ കലാപം നടന്ന വർഷം 1812 അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി കുറിച്യർ കലാപം 1812. അപ്പോൾ കുണ്ടറ വിളംബരം നടന്നത് 1809, കുളച്ചൽ യുദ്ധം നടന്നത് 1741, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721, കുറിച്യർ കലാപം നടന്നത് 1812. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 1917 കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1937. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി മാറിയ വർഷം 1957. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കലാപം നടന്നത് 1812. ഈ പ്രസ്താവന ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. അത് തെറ്റായ പ്രസ്താവനയാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതും തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയായ പോയിന്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അത് തെറ്റാണ്. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ്, അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. അതും ശരിയാണ്. നാലാമത്തെ പോയിന്റ് നോക്കാം. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം ശരിയാണ്.